സുഹൃത്തുക്കളെ, ഈ സഹോദരൻ നന്നായി പാട്ട് പാടുന്ന പറഞ്ഞത്. അപ്പോൾ ഈ സഹോദരൻ്റെ പാട്ടൊന്ന് കേൾക്കാം. ഒന്ന് പറയാം, പാടിക്കൊളിച്ചേട്ടാ, കേൾക്കട്ടെ. അമ്പലക്കുള കടവിൽ വെച്ചോ മുണ്ടകം ഒന്നാണ് കൂടെ എന്താ ചെയ്യുന്നറിയോ, കൂടെ ഇവിടെ ഈ പുഴയിലുള്ള മത്സ്യത്തിന് പിടിച്ച് വലുതാ. ഇവിടെ ഒരു ചേട്ടൻ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാനുള്ളത് കേരളത്തിൽ പാലക്കാടിന് മലപ്പുറത്തിന് വേർതിരിക്കുന്ന ഒരു പുഴയാണിത്. ഈ പ്രദേശത്തിൻ്റെ പേരെന്താ പറയുന്നത്? ഇത് തിരുവേഗപ്പുറ. തിരുവേഗപ്പുറ. ഇത് നമ്മളെ ഷൗക്കത്ത് ബായ്. ഞാൻ ഷൗക്കത്ത് ബായിനെ കാണാൻ വന്നതാണ്. ഞാൻ കുറേ ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷൗക്കത്ത് ബായും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കുറേ കാലമായി പ്രാക്ടീസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇംഗ്ലീഷിൻ്റെ ഒരു വീഡിയോ എടുക്കണം. അതുകൂടാതെ ഈ ഒരു പ്രദേശം കണ്ടപ്പം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് വേറൊരു ചാനലുണ്ട്, ആ ചാനലിലേക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞങ്ങളെ പിന്നിൽ കാണുന്നതാ ഈ ബ്രിഡ്ജില്ലേ, ഈ ബ്രിഡ്ജ്. ഇതാണ് ആ ഭാഗം മലപ്പുറം, ഈ ഭാഗം പാലക്കാടാണ്. അപ്പോൾ പാലക്കാടിനെയും മലപ്പുറത്തിനെയും ഡിവൈഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഞങ്ങൾ രണ്ടിൻ്റെയും നടുക്കാണുള്ളത്. പാലക്കാടിൻ്റെ മലപ്പുറത്തിൻ്റെയും നടുവിലാണുള്ളത്. ഇത് തൂതപ്പുഴയാണ്. തൂതപ്പുഴയുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇനി ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരാളാണ് ഷൗക്കത്ത് ബായ്. ഷൗക്കത്ത് ബായ് വളാഞ്ചേരിയാണ് കച്ചവടം ചെയ്യുന്നത്. കുറേ കാലമോ കച്ചവടം ചെയ്യുന്നത്? ഞാൻ 14 വർഷമായി വളാഞ്ചേരിയിൽ കട. 14 വർഷം മുൻപാണ് ഞാൻ കട തുടങ്ങിയത്. 14 വർഷമായിട്ട് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കട. ശരി, വളാഞ്ചേരിയിൽ. അപ്പോൾ ഇവിടെ വരാറുണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക്? ഞാൻ സുഹൃത്തുക്കളുടെ കൂടെ അല്ലെങ്കിൽ ഭാര്യയെ കൂട്ടിയിട്ടൊക്കെ ഇവിടെ വരാറുണ്ട്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ചെറുതായിട്ട് തന്നെ ചുറ്റുപാടത്തുള്ള ആളുകൾ അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥലമാണിത്. രണ്ട് ജില്ലേൻ്റെ നടുവിലുള്ള സ്ഥലം. അതെ, അത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നത്, രണ്ട് ജില്ലേൻ്റെ നടുവിൽ. ഓക്കെ ഷൗക്കത്ത് ഭായ്, പറഞ്ഞോളൂ നിങ്ങളുടെ നാട്ടിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ. ഇത് എന്താ വെച്ചാൽ ഇപ്പോൾ ആളുകൾ ഇപ്പോൾ നമുക്ക് അധികമുള്ള ഫാമിലിയും ന്യൂക്ലിയർ ഫാമിലിയാണല്ലോ. അപ്പോൾ ആളുകൾക്ക് എൻജോയ്മെന്റ് കിട്ടുന്നില്ല വീട്ടിൽ. അപ്പോൾ ഈ ഞായറാഴ്ച ഇതുപോലെ അവധി ദിവസങ്ങളിൽ ആളുകൾ ഇവിടെ വരും, എന്നിട്ട് എൻജോയ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു പാർക്ക് പോലെ ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടി പഞ്ചായത്ത് അതോറിറ്റിക്ക് ഉണ്ട്. അവിടെ അവിടെ പോകണം. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കുറെ മക്കൾ കുളിക്കുന്നുണ്ട്, പിന്നെ കുറെ എന്തെങ്കിലും അവിടെ ഒരു വലിയ ഇവിടെ ഒരു ചേട്ടൻ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. ചേട്ടനോട് ചോദിച്ചോക്കാം. ചേട്ടൻ എന്താ അലക്കുന്നത്? ഇതേ ഡാൻസിന്റെ ഡ്രസ്സുകളാണ്, ഡാൻസ് ലൈസൻസ് ഉണ്ട് നമുക്ക്. ഉണ്ടോ? ഇത് നടത്തുന്നുണ്ട് നിങ്ങള്? അതെ, ഞങ്ങളെ ഷോപ്പിൽ വരും സൗപർണിയ ഡാൻസ് ലൈസൻസ്. സൗപർണിയ. അതെ. ചേട്ടൻ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളാ? ഞാൻ വളാഞ്ചേരി ഏരിയയില്. ചേട്ടൻ മലപ്പുറത്ത് താമസിക്കുന്നത്? വളാഞ്ചേരി ഏരിയയില്. ഇവിടെ പാലക്കാടല്ലേ? ഇപ്പുറം പാലക്കാട്, അപ്പുറത്ത് നടുക്കായിരിക്കുന്നല്ലേ? അതെ അതെ. നമ്മൾക്ക് പറയുമ്പോ നമ്മള് വേർതിരിവില്ലാതെ നമ്മളെ സ്ഥലം. അല്ല, അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അവിടെ വരുന്നത്. ഞാൻ കോഴിക്കോടുള്ള ആളാണ്. ഞാൻ ആദ്യമായിട്ട് അവിടെ വരുന്നത്. രണ്ട് ജില്ലേന്റെ നടുവിൽ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഒരു പുഴയില്. ഡാൻസിന് കുട്ടികൾക്കുള്ള ആവശ്യമുള്ള ഡ്രസ്സുകളെ നമ്മള് വാഷ് ചെയ്ത് നല്ല ക്ലിയർ ആക്കി കൊടുക്കണം അവർക്ക്. അല്ലെങ്കിൽ വേർപ്പിന്റെ മണങ്ങളും ഇതൊക്കെ ഉണ്ടായി കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടി അത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വാഷ് ചെയ്ത്. ഇവിടെ കാണാൻ പറ്റിയ വേറെ സ്ഥലങ്ങളൊക്കെ ഏതാ? കാണാൻ പറ്റിയ അമ്പലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വിട്ട് കഴിഞ്ഞാലൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ ഉള്ള ഏരിയ. ഹലോ സുഹൃത്തെ, ഇത് ഇവിടുന്ന് പിടിച്ചാ? ഇവിടുന്ന് ചൂണ്ടിട്ട് പിടിച്ചാണല്ലേ? ഞങ്ങള് ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയാ കുറച്ച് മേലെ പോയിട്ട് ജസ്റ്റ് ഇപ്പൊ ഒരു അരമണിക്കൂർ കൊണ്ട് ഇപ്പൊ പിടിച്ചാ ഇവിടുന്ന് ചൂണ്ട. നല്ല ടേസ്റ്റാ പൊരിച്ചാല്. ഓക്കെ, ഇതിന്റെ പേരെന്താ? ഇത് കടുങ്ങാലിപ്പരൽ എന്നൊക്കെ പറയും. കടുങ്ങാലിപ്പരൽ. സാധാ പരലുണ്ട്, കടുങ്ങാലിപ്പരലുണ്ട്. സൂപ്പർ. ഓക്കെ, സമയമില്ല, അല്ലെങ്കിൽ പൊരിച്ച് കഴിച്ചിട്ട് പോകും. ഇവിടുന്ന് ഉണ്ടാക്കാൻ പോവാ. സുഹൃത്തുക്കളെ, ഇവര് അലക്കാൻ വന്നാണ്. കൂടെ എന്താ ചെയ്യുന്നറിയോ, കൂടെ ഇവിടെ ഈ പുഴയിലുള്ള മത്സ്യത്തിന് പിടിച്ച് വലുതാ പൊരിക്കാൻ പോകുന്നത്. അതിൽ പൊരിക്കുന്നതൊക്കെ നോക്കാം. വേണമെങ്കിൽ നമുക്ക് ഒരു പീസ് കഴിച്ചു നോക്കാം. എനിക്കറിയാം. ചൂണ്ടിട്ട് പിടിക്കാൻ പറ്റുമോ? ഓ അതെ, പ്രശ്നമില്ല. നിങ്ങൾ ഇത് ചെയ്തോളൂ, വേണം ഞാനൊന്ന് പിടിക്കാം. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ ഇവിടെ മത്സ്യത്തിനെ പിടിച്ചിട്ട് വേവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഓല സ്റ്റൗ. സുഹൃത്തുക്കളെ, ഈ സഹോദരൻ നന്നായി പാട്ട് പാടുന്ന പറഞ്ഞത്. അപ്പോൾ ഈ സഹോദരൻ്റെ പാട്ടൊന്ന് കേൾക്കാം. ഒന്ന് പറയാം, പാടിക്കൊളിച്ചേട്ടാ, കേൾക്കട്ടെ. അമ്പലക്കുള കടവിൽ വെച്ചോ മുണ്ടകപ്പാട വരമ്പിൽ വെച്ചോ മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ.
അമ്പലക്കുള കടവിൽ വെച്ചോ മുണ്ടകപ്പാടവരമ്പിൽ വെച്ചോ മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. കാട്ടുചെമ്പക ചന്തം നല്ല നാട്ടുമഞ്ഞളിൻ ഗന്ധം കണ്ടപ്പോൾ തൊട്ടേ കണ്ണിൽ കണ്ണായി നിന്നവളെ കണ്ണാടിപ്പൂവേ. അമ്പലക്കുള കടവിൽ വെച്ചോ മുണ്ടകപ്പാടവരമ്പിൽ വെച്ചോ മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ സുഹൃത്തുക്കളെ, പുഴയാകെ ഈ സുഹൃത്തിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. സൂപ്പർ. ഒരു പാട്ടൂടെ, ഒരു 4 വരി ഇപ്പൊ പാടിയ. മിന്നാമിനും കടിയരാ. ആ പാടി. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. അടിപൊളി കേട്ടോ ചേട്ടാ. വേർപ്പുണ്ടാവും ആകെ. സൂപ്പർ. ആകെ വേർത്തിരിക്കാണ് ഉമ്മയ്ക്കുമ്പോഴേ. അടിപൊളിയായി പാടി ഈ സഹോദരൻ. ഈ സഹോദരൻ്റെ കഴിവിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പം താങ്ക് യു. അതിങ്ങനെ ഇരിക്കുന്നുണ്ട്, ഈ വെയിൽ ഓവറായിട്ട് ഇങ്ങനെ. സുഹൃത്തുക്കളെ, ഇത് മലപ്പുറത്തിൻ്റെ ഭാഗം. ഇവിടെ അറിയപ്പെടുന്നത് കൊടുമുടി അല്ലേ? ഇവിടെ തിരുവപ്പറ. അത് പാലക്കാട്. പാലക്കാട് മലപ്പുറം. കൊടുമുടി തിരുവപ്പറ. തിരുവേഗപ്പുറം എന്നാട്ടോ അതിൻ്റെ പേര്. വല വീശാൻ പോകട്ടോ. ആഹാ, സഹോദരൻ വല വീശി. എന്താ കിട്ടുക നമ്മൾ നോക്കാം. പ്രതീക്ഷയോടെയാണ്. കിട്ടാറുണ്ടോ? ഒരുപാട്? കുറച്ച് കിട്ടും, ഒരുപാടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഒരുപാടുണ്ടെങ്കിലും ഒരു പറയില്ല കേട്ടോ. എന്തോ കിട്ടിയിട്ടുണ്ടോ? എന്തുണ്ട് അതിൽ? ഇതൊന്നുമില്ല. അങ്ങനെ ഒരു 5-10 പ്രാവശ്യം വീശിയാലത് കിട്ടല്ലേ? സുഹൃത്തുക്കളെ, ഇത് തൂതപ്പുഴയാട്ടോ. ഞങ്ങൾ നേരത്തെ ഭാരതപ്പുഴ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഭാരതപ്പുഴയല്ല, ഭാരതപ്പുഴയിലേക്ക് എത്തിച്ചേരുന്ന അതിൻ്റെ ഒരു പോഷക നദിയല്ലേ? അപ്പോൾ ഞങ്ങൾ തൂതപ്പുഴേൻ്റെ നടുവിലൂടെ നടന്നിട്ട് പാലക്കാട് ഭാഗത്തേക്ക് വരികയാണ്. ഞങ്ങൾ മലപ്പുറം ആ ഭാഗത്ത് സൈഡിൽ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ടായിരുന്നു. പാർക്കുണ്ട്. ഞങ്ങളപ്പോൾ വളരെ ഡേർട്ടിയാണ് ഇതാണ്. പക്ഷേ ഗവൺമെന്റിന്, പഞ്ചായത്തിന് അത് ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. ഓക്കെ. തൂതപ്പുഴയുടെ മനോഹാരിത കണ്ടോളൂ. എവിടെ നോക്കിയാലും പുഴി. ഒരു സൈഡിലൂടെ പുഴ ഒഴുകുന്നുണ്ട്. അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട് ആൾക്കാർ. ഒരുപാട് വിനോദങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ തൂതപ്പുഴേൻ്റെ ഈ സൈഡിലുള്ള ചെറിയൊരു പാർക്കാണ് കേട്ടത്. ഇവിടെ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ആലുകളൊക്കെ ഉണ്ട്. ജട പിടിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ ശനി ഞായറും ദിവസങ്ങളൊക്കെ ഭയങ്കര തിരക്കാന്ന് പറയുന്നത്. ആൾക്കാർ സമയം ചിലവഴിക്കാൻ, ജീവിതത്തിലെ സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ വരുന്ന സ്ഥലങ്ങളാണിത്. ഇത് കുറച്ചുകൂടി ഒന്ന് മനോഹരമാക്കാറുണ്ട്. ഇതിൻ്റെ റിനോവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരങ്ങളെല്ലാം എനിക്ക് ലഭിച്ചത് ഷൗക്കത്ത് ഭായിൻ്റെ അടുത്തു നിന്നാണ്. ഷൗക്കത്ത് ഭായി ഇവിടെ സന്ദർശിക്കാറുണ്ടെന്ന് പറഞ്ഞത്. ഈ സ്ഥലത്തേക്കെത്താൻ ഷൗക്കത്ത് ഭായ് എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത്? നമ്മൾ ഈ വന്ന പാലത്തിന് മുകളിൽ കൂടെ അല്ലേ? ആ പാലത്തിൻ്റെ പേരെന്താ? തിരുവേഗപ്പുറ പാലം. തിരുവേഗപ്പുറം പാലം. തിരുവേഗപ്പുറ പാലം ക്ഷേത്രം ഉണ്ടല്ലേ? അതെ, ഒരു ഫേമസ് ക്ഷേത്രം അവിടെ ഉണ്ട്. പാലക്കാട് ഭാഗത്ത്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ. അത് മലപ്പുറം ഡിസ്ട്രിക്ട്. ഇതിൻ്റെ ഇതൊക്കെ സാധനങ്ങളൊക്കെ അവിടെ നല്ല ആൾക്കാരുണ്ടാവും അല്ലേ? അതെ, ശനി ഞായർ ഒഴിവ് ദിവസങ്ങളിൽ ആളുകൾ ഇവിടെ വരും. പിന്നെ ഇവിടെ ചിലവഴിക്കും, പിന്നെ കുട്ടികൾ കളിക്കും, അങ്ങനെ തന്നെ. ഇവിടെ നാട്ടിലെ ഇത്തിരി വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ജട പിടിച്ച് കിടക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ വള്ളി താഴെ വന്നിറങ്ങി അതിന് വേര് പിടിച്ചാണ്. ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇനി ഒരുപാട് നന്നാവുന്നുണ്ട്. അതൊന്ന് നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു വിനോദ സഞ്ചാര കേന്ദ്രമായി മാറും. തൂതപ്പുഴേൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം. ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ആംബിയൻസ് ആട്ടോ ഇവിടെ. മഴക്കാലത്ത് ഈ പുഴ നിറഞ്ഞൊഴുകുന്ന പറയുന്നത്. ഇത് നേരെ ഭാരതപ്പുഴയിലേക്കല്ല എത്തിച്ചേരുന്നത്? ഭാരതപ്പുഴയിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ തൂതപ്പുഴയാണ്. ഓക്കെ. ഹായ് സുഹൃത്തുക്കളെ, അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തൂതപ്പുഴയുടെ നടുവിലാണ്. അതായത് പാലക്കാടിൻ്റെയും മലപ്പുറത്തിൻ്റെയും നടുവിൽ. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.
മറ്റൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ ബൈ.